ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന പാഠത്തിലെ തുടക്കത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസും എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിരുന്നു പാർട്ട് 1-ൽ നമ്മൾ ചെയ്തിരുന്നത്. ഒന്നാമത്തെ എക്സസൈസിലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Second question, in a class the number of girls is 4 more than the number of boys. In a day when 8 boys were absent, number of girls is twice the number of boys. Then how many boys and girls are there in the class? Okay, ഒരു ക്ലാസ്സിൽ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 4 കൂടുതലാണ്. അങ്ങനെ ഒരു ദിവസം ആൺകുട്ടികൾ 8 പേർ വന്നില്ല. വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരുന്നു ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം. എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലായതുകൊണ്ട് ഞാൻ ആൺകുട്ടികളുടെ എണ്ണത്തെ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഗേൾസ് ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ എക്സിനേക്കാൾ 4 കൂടുതൽ, അതാണ് നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? വെൻ 8 ബോയ്സ് വർ ആബ്സെൻറ്റ്, ഒരു ദിവസം 8 ആൺകുട്ടികൾ ആബ്സെൻ്റായി. ആ ആബ്സെൻ്റായ ദിവസം അന്ന് നമ്പർ ഓഫ് ബോയ്സ് ഈസ് വാട്ട്? എക്സ് മൈനസ് 8. അതായത് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 8 കുറഞ്ഞു, അതാണ് എക്സ് മൈനസ് 8. പക്ഷേ അന്ന് പെൺകുട്ടികളുടെ എണ്ണത്തിൽ വല്ല മാറ്റമുണ്ടോ? പെൺകുട്ടികൾ കൂടിയിട്ടുണ്ടോ? ഇല്ല. കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആദ്യമുള്ള അത്രയും തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എത്ര തന്നെയാണ്? എക്സ് പ്ലസ് 4 തന്നെയാണ്. ഇനി ഈ പെൺകുട്ടികളുടെ എണ്ണവും ഈ ആൺകുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത്. ഈ എണ്ണം, അതായത് ഗേൾസിൻ്റെ നമ്പർ ഈ ബോയ്സിൻ്റെ നമ്പറിൻ്റെ ട്വൈസ് ആണ്, 2 ടൈംസ് ആണ്. അതായത് ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ നമുക്ക് ഇത് കിട്ടും എന്നർത്ഥം. അപ്പോൾ നമുക്കൊരു ഇക്വേഷനായി 2 ഇൻറ്റു എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു. ബ്രാക്കറ്റ് ഒഴിവാക്കിയ 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു മൈനസ് 8 അപ്പം മൈനസ് 16 ആയി, ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്ന് കിട്ടും. ഇനി ഇവിടെയും എക്സുള്ള ടേംസ് ഉണ്ട്. എക്സുള്ള ടേംസൊക്കെ ഒരു ഭാഗത്താക്കുക, നമ്പേഴ്സൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ 2x ആദ്യം എഴുതി, ഈ എക്സ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് എക്സ് ആവും. അപ്പോൾ എക്സ് എല്ലാം ഒരു ഭാഗത്തായി. ഇനി നമുക്ക് ഈക്വൽ ടു സൈൻ ഇടാം. ഇനി നമ്പേഴ്സൊക്കെ മറുഭാഗത്ത്. അപ്പോൾ അവിടെ നേരത്തെ 4 ഉണ്ട്, ആ 4 അവിടെ എഴുതുക. ഈ മൈനസ് 16 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്ലസ് 16 ആവും. അപ്പോൾ 4 പ്ലസ് 16 എന്ന് കിട്ടും. 4 പ്ലസ് 16 ഈസ് 20. 2x മൈനസ് എക്സ് ഈസ് 1x. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 20. എന്താണ് എക്സ്? എക്സ് ഈസ് നമ്പർ ഓഫ് ബോയ്സ്. അതായത് ആ ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 20 എന്ന് എഴുതാം. നമ്പർ ഓഫ് ഗേൾസ് ഈസ് എക്സ് പ്ലസ് 4. അതായത് ബോയ്സിനേക്കാൾ 4 കൂടുതലാണ്. 20 പ്ലസ് 4 ദാറ്റ് ഈസ് 24. ഇനി ഇത് ശരിയാണോ നമുക്ക് പരിശോധിക്കാം. ആൺകുട്ടികളുടെ എണ്ണം 20 ആണ്. 8 പേര് വരാതിരുന്നു ഒരു ദിവസം. അപ്പോൾ എത്രയായി? മൈനസ് 8. ഇപ്പോൾ എത്ര കിട്ടി? 12. അന്നുണ്ടായിരുന്ന ആൺകുട്ടികളുടെ എണ്ണം 12 ആണ്. അതിൻ്റെ 2 ടൈംസാണ് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ 12 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 24. ഈ 24 ആണ് ഇത് നമ്പർ ഓഫ് ഗേൾസ്. സോ നമ്പർ ഓഫ് ഗേൾസ് 24, നമ്പർ ഓഫ് ബോയ്സ് 20 ഇൻ ദ ക്ലാസ്. Third question, a man invested 10,000 rupees split into 2 schemes for 1 year. The rate of interest for the investments are 9% per annum and 8% per annum. At the end of the year, he got 875 rupees as total interest. Then how much is his investment in 2 schemes? അതാണ് ചോദ്യം. ഒരാൾ 2 വ്യത്യസ്ത പദ്ധതികളിലായിട്ട് 10,000 രൂപ നിക്ഷേപിച്ചു. ഒരു പദ്ധതിയിൽ നിന്ന് അയാൾക്ക് 9% ഇൻട്രസ്റ്റ് കിട്ടുന്നു, 9% പലിശ കിട്ടുന്നു. മറ്റേ നിക്ഷേപത്തിൽ നിന്ന് അയാൾക്ക് 8% പലിശ കിട്ടുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആകെ അയാൾക്ക് 875 രൂപ പലിശ ഇനത്തിൽ കിട്ടിയെങ്കിൽ അയാൾ ഓരോ സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്തത്, നിക്ഷേപിച്ചത് എത്ര രൂപയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ടോട്ടൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 10,000 rupees. ആകെ നിക്ഷേപം 10,000 രൂപയാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. ആ 10,000 രൂപയെ 2ആയി ഭാഗിച്ചുകൊണ്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ ഓരോന്നും എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ അതിൽ ഏതോ ഒരു സംഖ്യ, ഒരു എമൗണ്ട് എക്സ് ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങളിൽ ഒന്ന് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 10,000 മൈനസ് എക്സ്, 10,000 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, 1000 രൂപയാണ് അയാൾ നിക്ഷേപിച്ചതെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 9,000 ആയിരിക്കും. 9,000 എന്ന് പറഞ്ഞാൽ 10,000 മൈനസ് 1000, അതാണ് 9,000. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്സിൽ ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് 10,000 മൈനസ് എക്സ് ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. ഒരു സ്കീമിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നത് 9%, മറ്റേ സ്കീമിൽ നിന്ന് കിട്ടുന്നത് 8%. 9% ആൻഡ് 8%. അങ്ങനെ ടോട്ടൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് 875 റുപ്പീസാണ്, 875 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ടിൻ്റെ 9%ഉം ഈ എമൗണ്ടിൻ്റെ 8%ഉം ഇത് രണ്ടും കൂടെ കൂടിയാൽ കിട്ടുന്നതാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് ആയ 875 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എക്സ് ഇൻറ്റു 9% എന്ന് പറഞ്ഞാൽ 9/100 പ്ലസ് രണ്ടാമത്തെ എമൗണ്ട് 10,000 മൈനസ് എക്സ് ആണ്, അതിൻ്റെ 8%, 8/100. ഇത് രണ്ടും കൂടെ ചേർന്നാൽ അയാൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റായി ദാറ്റ് ഈസ് 875. ഇനി ഇത് എക്സ് ഇൻറ്റു 9 എന്നുള്ളത് 9x ആവും. അപ്പോൾ 9x/100 ഉണ്ടാവും. ഇവിടെ 10,000 മൈനസ് എക്സ് ഇൻറ്റു 8/100 എന്നുണ്ടാവും. അപ്പോൾ ഈ പ്ലസിൻ്റെ ഇങ്ങോട്ട് ഒരു ടേമാണ് ഒരു പദം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റൊരു ടേമാണ് മറ്റൊരു പദം. ഇതിന് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഛേദം 100 ആണ്. അപ്പോൾ ഇതിന് പൊതുവായി വരുന്ന ഒരു ഛേദമായി ഒരു കോമൺ ഡിനോമിനേറ്ററായി മാറും 100. ഈ /100 എന്ന് നമുക്ക് എഴുതാം. ആ /100ലെ 100നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു സൈൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 100 എന്നായി മാറും. അപ്പോൾ ഇത് ശരിക്ക് ഇങ്ങനെയായി മാറും. എക്സ് ഇൻറ്റു 9, 9x പ്ലസ് 10,000 മൈനസ് എക്സ് ഇൻറ്റു 8. ഇവിടെ ഒരു കോമൺ ഡിനോമിനേറ്റർ 100 ഉണ്ടാവും. ഈ 100നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 875 ഇൻറ്റു 100 എന്നുണ്ടാവും. ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അവിടെ 2 zeros കൂടെ അധികം വരും. അപ്പോൾ ഇങ്ങനെയാവും. അതായത് 87,500 എന്ന് കിട്ടും. ഇത് 9x. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 10,000 ഇൻറ്റു 8, 80,000 minus x into 8, that is minus 8x, that is equal to 87,500 എന്ന് കിട്ടും. ഇവിടെ 9x മൈനസ് 8x എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു, കൂടാതെ ഇവിടെ ഒരു 80,000 ഉണ്ട്. അപ്പോൾ 80,000 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 87,500 എന്നാണ് വരിക. അപ്പോൾ ഈ പ്ലസ് 80,000നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മൈനസ് 80,000 എന്നാവും. ഓക്കെ, ഇവിടെ എക്സ് മാത്രം ബാക്കിയാവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആദ്യമുള്ളത് 87,500 ആണ്. ഈ പ്ലസ് 80,000നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് 80,000 എന്നായി മാറും. അപ്പോൾ 87,500ൽ നിന്നും 80,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിട്ടുന്നത് 7,500 ആണ്. അതായത് 7,500 രൂപ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് നിക്ഷേപങ്ങളിൽ ഒരു നിക്ഷേപം എത്രയാണ്? 7,500 ആണ്. ആകെ നിക്ഷേപം എത്രയാണ്? 10,000 ആണ്. എങ്കിൽ രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ചിരിക്കുന്നത് സെക്കൻഡ് സ്കീമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് എത്രയായിരിക്കും? 10,000 മൈനസ് 7,500 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? 10,000 മൈനസ് എക്സ്. അപ്പോൾ 10,000 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 10,000 minus 7,500, that is equal to 2,500. So what are the investments? So investments are എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിക്ഷേപങ്ങൾ. ഓക്കെ, എത്രയൊക്കെയാണ്? 7,500 റുപ്പീസ് ആൻഡ് 2,500 റുപ്പീസ്. ഈ 7,500 റുപ്പീസും 2,500 റുപ്പീസും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 10,000 റുപ്പീസ് കിട്ടും. ഈ 7,500 റുപ്പീസിൻ്റെ 9%ഉം 2,500 റുപ്പീസിൻ്റെ 8%ഉം രണ്ടും കൂടെ ചേർന്നിട്ടാണ് 875 റുപ്പീസ് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ്.
A 3.5 meter long rod is cut into two pieces. With one piece of rod, an equilateral triangle is made. With another piece of rod, a square is made. The length of the sides of the square and equilateral triangle must be same. Then how should it be cut? 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ട് കഷ്ണമാക്കി ഒരു കഷ്ണത്തിൽ നിന്ന് സമചതുരവും മറ്റേ കഷ്ണത്തിൽ നിന്ന് സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും അതേപോലെ തന്നെ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കമ്പി എങ്ങനെ കട്ട് ചെയ്യണം, അതായത് ഏത് ലെങ്ത്തിലാണ്, ഇത്ര നീളത്തിലാണ് ഇത് രണ്ട് കഷ്ണമാക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ലെങ്ത് ഓഫ് ദ റോഡ്, ആ കമ്പിയുടെ നീളം 3.5 മീറ്ററാണ്. 3.5 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാൽ 350 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അങ്ങനെ ഒരു പീസിൽ നിന്ന് സ്ക്വയർ ഉണ്ടാക്കി മറ്റൊരു പീസിൽ നിന്ന് എന്തുണ്ടാക്കി, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി, സമഭുജ ത്രികോണവും സമചതുരം ഉണ്ടാക്കി. പക്ഷേ ഈ രണ്ട് ഫിഗേഴ്സിൻ്റെയും സൈഡ്സിൻ്റെയൊക്കെ ലെങ്ത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എക്സ്, ഇവിടെയും എല്ലാ സൈഡും എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് 4x ആണ്. ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 3x ആണ്. ഓക്കെ, ഈ 4xഉം 3xഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ കമ്പിയുടെ ആകെ നീളമായി. ആ നീളമാണ് ഇത് 350 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ വി ഗെറ്റ് വാട്ട്, ലെങ്ത് ഓഫ് എ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുക. ഇതിൻ്റെ സൈഡും ഇതിൻ്റെ സൈഡും ഒക്കെ എക്സ്. ഓക്കെ, ദെൻ 4x പ്ലസ് 3x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 350 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ 4xഉം 3xഉം കൂടെ ചേർന്നാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോഡ്, കമ്പിയുടെ ആകെ നീളമായി, അത് 350 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ 4x പ്ലസ് 3x ഈസ് 7x. സോ 7x ഈസ് ഈക്വൽ ടു 350 എങ്കിൽ x ഈസ് ഈക്വൽ ടു 350/7 and 35/7 is equal to 5. So 5 and 0 you get 50. So xൻ്റെ വാല്യൂ എന്താണ്, 50 ആണ്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്തായിരിക്കും, 4 × 50 ആയിരിക്കും. അതാണ് ഒരു കഷ്ണം കമ്പിയുടെ നീളം, ലെങ്ത് ഓഫ് വൺ പീസ് ഓഫ് റോഡ്. ആൻഡ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 × 50 ആണ്. ഓക്കെ, അതായിരിക്കും രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പീസ് ഓഫ് ദ റോഡ്. ഓക്കെ, therefore the length of the rod is equal to 4x, 3x, and 4 × 50, this is 3 × 50. Okay, 4 × 50 200 centimeter, then 300, so 3 × 50 150 centimeter. അപ്പോൾ 200 + 150 is 350. ഓക്കെ, അപ്പോൾ 200 സെൻറ്റിമീറ്ററിൽ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് 150 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതായത് 2 മീറ്ററും 1.5 മീറ്ററുമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സ്ക്വയറും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. Fifth question, the distance travelled by an object moving along a straight line in t seconds with an initial speed of u meters per second and the rate of increase in speed a meters per second is given to be ut plus half at square. If an object moving in this manner covers 10 meters in 2 seconds and 28 meters in 4 seconds, what is its initial speed and what is the rate of increase in speed? അതാണ് ക്വസ്റ്റ്യൻ. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ തുടക്കത്തിലുള്ള വേഗത u മീറ്റേഴ്സ് പെർ സെക്കൻഡും ഓരോ സെക്കൻഡിലുണ്ടാവുന്ന വർധനവ് a മീറ്റേഴ്സ് പെർ സെക്കൻഡുമാണ്. അങ്ങനെയെങ്കിൽ t സെക്കൻഡ്സിൽ അത് സഞ്ചരിക്കുന്ന ദൂരം ut plus half at square എന്ന് തന്നിരിക്കുന്നു. ഈ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു 2 സെക്കൻഡ്സ് കൊണ്ട് 10 മീറ്ററും 4 സെക്കൻഡ്സ് കൊണ്ട് 28 മീറ്ററും കവർ ചെയ്യുന്നുവെങ്കിൽ, ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുള്ള സ്പീഡ് എത്രയാണ്? ഓരോ സെക്കൻഡിലും അതിൻ്റെ സ്പീഡിലുണ്ടാകുന്ന വർധനവിൻ്റെ നിരക്ക് എത്രയാണ്? അപ്പോൾ തുടക്കത്തിലുള്ള സ്പീഡിനെ u കൊണ്ട് സൂചിപ്പിക്കുന്നു,
ഓരോ സെക്കൻഡിലും വേഗതയിലുണ്ടാകുന്ന വർധനവിനെ എ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനിഷ്യൽ സ്പീഡ് യു ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ സ്പീഡ് എ. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ടു ബി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അകലം അല്ലെങ്കിൽ ദൂരം എന്നുള്ളത് എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, അകലം എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ഇവിടെ ഈ വസ്തു സഞ്ചരിക്കുന്ന ദൂരം 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററാണ്. അതായത് ടി ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ ഡിസ്റ്റൻസ് 10 മീറ്റർ ആയിരിക്കും. ടി ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം 28 മീറ്റേഴ്സ് ആയിരിക്കും. ഇവിടെ ആ വസ്തുവിൻ്റെ തുടക്കത്തിലുള്ള സ്പീഡ്, ഇനീഷ്യൽ സ്പീഡ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു? യു കൊണ്ട് സൂചിപ്പിക്കുന്നു. പിന്നെ ഓരോ സെക്കൻഡിലുള്ള വേഗതയുടെ വർധനവ് അത് ഏതുകൊണ്ട് സൂചിപ്പിക്കുന്നു? എ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതാണ് വർധനവിൻ്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ടി ഈസ് ഈക്വൽ ടു 2, സമയം 2 സെക്കൻഡ്സ് ആകുമ്പോൾ ആ വസ്തു കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ദൂരം എത്രയാണ്? 10 മീറ്റേഴ്സാണ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുത്ത് ഡിയുടെ സ്ഥാനത്ത്, ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ നമുക്കൊരു സമവാക്യം കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്: യു ഇൻറ്റു 2 പ്ലസ് ഹാഫ് എ ഇൻറ്റു 2 സ്ക്വയർ. ഇവിടെ ടീൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, ഇവിടെ ടീൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ യു ഇൻറ്റു 2u പ്ലസ് 2 സ്ക്വയർ 4 ഇൻറ്റു ഹാഫ്, 4ൻ്റെ ഹാഫ് കിട്ടും. 4ൻ്റെ ഹാഫ് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എ എന്ന് വരും. 2 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 10. ഒരു ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇതും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാം 2ൻ്റെ ഗുണിതങ്ങളാണ്. എല്ലാത്തിനെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. 2u ഡിവൈഡഡ് ബൈ 2, 2 കൊണ്ട് ഹരിച്ചാൽ നമുക്കിവിടെ യു എന്ന് കിട്ടും. അതേപോലെ ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ എ കിട്ടും. ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. അപ്പോൾ യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് ഇതൊരു ഇക്വേഷനാണ്, ഒരു സമവാക്യമാണ്. ഇവിടെ നമുക്ക് യു ഈസ് ഈക്വൽ ടു 5 മൈനസ് എ എന്ന് എഴുതാം. അതായത് ഈ പ്ലസ് എ അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് എ ആയി. അപ്പോൾ ഇവിടെ യു മാത്രം ബാക്കിയുണ്ടാവും. ഇനി ഈ ഒബ്ജക്റ്റ്, ഈ വസ്തു 4 സെക്കൻഡ്സിൽ കവർ ചെയ്യുന്ന ദൂരം, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് 28 മീറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ടീൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, ഡിയുടെ സ്ഥാനത്ത് 28 കൊടുക്കുക. അപ്പോൾ യു ഇൻറ്റു 4 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ മീൻസ് 4 സ്ക്വയർ is equal to 28. u into 4, 4u plus 4 square 16 into half. 16ൻ്റെ പകുതി കിട്ടും, 16ൻ്റെ പകുതി 8 ഇൻറ്റു എ. അപ്പോൾ 8a എന്നായി. ഇവിടെ 28 എന്ന് കിട്ടും. ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എല്ലാം എന്താണ്? 4ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4u by 4 is equal to u, 8a by 4 is equal to 2a, 28 by 4 is equal to 7. അപ്പോൾ നമുക്ക് u plus 2a is equal to 7 എന്ന് കിട്ടി. അപ്പോൾ ഇതൊരു ഇക്വേഷൻ, ഇത് വേറൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ u is equal to 5 minus a എന്നുള്ളൊരു വാല്യൂ കണ്ടെത്തി, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ കണ്ടെത്തി. ഇനി ഈ യുവും ഈ യുവും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം ഇനീഷ്യൽ സ്പീഡ്, തുടക്കത്തിലുള്ള വേഗത, 2 സമവാക്യത്തിലും ഒന്ന് തന്നെയാണ്. ഈ സമവാക്യത്തിലെ യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 മൈനസ് എ കൊടുക്കാം. കാരണം യു ഈസ് ഈക്വൽ ടു 5 മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ 5 മൈനസ് എ കൊടുത്താൽ 5 മൈനസ് എ പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ അതിവിടെ കൊടുക്കുന്നു. 5 മൈനസ് എ പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7. ഈ 7 മൈനസ് എ പ്ലസ് 2a എന്ന് പറഞ്ഞാൽ 2a മൈനസ് എ ആണ്. 2a മൈനസ് എ എന്ന് പറഞ്ഞാൽ ഒരു എ ഉണ്ടാവും. അപ്പോൾ 5 പ്ലസ് എ ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. 5 പ്ലസ് എ ഈസ് ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 7. ഈ 5 ഇങ്ങോട്ട് പോയാൽ മൈനസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എ കിട്ടി. എ മീൻസ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ സ്പീഡ്, വേഗതയിലുള്ള വർധനവിൻ്റെ നിരക്ക്. അതാണെന്ത്? എ. അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടുന്നു. ഓരോ സെക്കൻഡിലും 2 മീറ്റർ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വേഗതയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ്, തുടക്കത്തിലുണ്ടായിരുന്ന, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സ്പീഡ് എത്രയാണ്, അതായത് എന്താണ് യു എന്നാണ് അടുത്ത ചോദ്യം.
അപ്പോൾ ഇവിടെ u ഈസ് ഈക്വൽ ടു 5 - a എന്നുള്ളൊരു ഇക്വേഷൻ ഉള്ളതുകൊണ്ട് ആ ഇക്വേഷനിലെ എയുടെ സ്ഥാനത്ത് നമ്മൾ 2 എന്ന് കൊടുത്താൽ നമുക്ക് u കിട്ടും. ഓക്കെ, അപ്പോൾ u ഈസ് ഈക്വൽ ടു 5 - a, ദാറ്റ്സ് ഈക്വൽ ടു 5 - 2, ദാറ്റ്സ് ഈക്വൽ ടു 3. അതായത് 3 മീറ്റർ/സെക്കൻഡ് ആണ് തുടക്കത്തിലുണ്ടായിരുന്ന സ്പീഡ്. ഓക്കെ, 3 മീറ്റർ/സെക്കൻഡ്, ഇവിടെ 2 മീറ്റർ/സെക്കൻഡ്. തുടക്കത്തിൽ 3 മീറ്റർ/സെക്കൻഡിലാണ് ഇത് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന വർധനവാണ് 2 മീറ്റർ/സെക്കൻഡ്. ആ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും കവർ ചെയ്യും, ദൂരം സഞ്ചരിക്കും. ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് എക്സസൈസിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഇതോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ് ടു അബു മാത്സ് ക്ലാസ്. സി യു നെക്സ്റ്റ് ഡേ.